വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഓഫീസിലെ നോമ്പ് തുറാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ഒരു വീഡിയോ എടുക്കാന്നുള്ളത്. അപ്പം ഞങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഫുൾ ബ്ലാക്ക് ആണ്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ചുരിദാർ ഇടാമെന്നാണ്. പക്ഷേ നമ്മൾ ഹോസ്റ്റലേഴ്സിന് മൂന്നാൾക്കും ചുരിദാറില്ല. അപ്പോൾ പിന്നെ വെച്ചു നമുക്ക് മാച്ചിൽ എന്തെങ്കിലും കളർ സെറ്റ് ചെയ്യാന്നല്ലേ. അങ്ങനെയാണ് നമ്മൾ ബ്ലാക്കിലെത്തിയത്. ബ്ലാക്ക് ആകുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല. വർക്കൊക്കെ ഷെഡപ്പടേന്നാണ് കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ നോമ്പ് ഇറക്കാനുള്ള മൈൻഡിൽ നിൽക്കുകയാണ്. ഒരു 6:30 ആയി കാണും നമ്മൾ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടൽ, സമുദ്ര ഹോട്ടലിലാണ് ബുക്ക് ചെയ്തിട്ടുള്ള ഇഫ്താർ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗൈസ് എല്ലാവരും സമുദ്രയിലേക്ക് പോവാണ്. നമ്മളവിടെ എത്തിയപ്പോത്തി അവരെല്ലാം അത്യാവശ്യമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ അന്നെന്തോ സ്പെഷ്യൽ വിശപ്പുണ്ടായിരുന്നു. വേഗം നോമ്പ് തുറക്കാന്നുള്ള മൈൻഡ് ആയിരുന്നു. പ്രത്യേകിച്ച് സ്നേഹ ആദ്യം പറഞ്ഞിരുന്നു 6:30 കിട്ടിയിരുന്നെങ്കിൽ അവള് രാവിലെ അന്നാൻ തുടങ്ങിയതാ. ഇപ്പോഴാണ് ഒക്കെ ഒരു സമാധാനമായത് ഗൈസ്. പൊരിക്കടി ഐറ്റം എന്നുണ്ടെങ്കിൽ നമ്മളെ സമൂസ, അതേപോലെ തന്നെ കട്ട്ലേറ്റ്, പിന്നെ പഴനിറവ്, ഈ 3 ഐറ്റങ്ങളായിരുന്നു കേട്ടോ. ഇതും ബാക്കി വന്നില്ല. അത്യാവശ്യം എല്ലാവരും കഴിച്ചിരിക്കുന്നു. പിന്നെ അതേപോലെ കാരക്ക, അതേപോലെ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തരി ഉണ്ടായിരുന്നു. തരി അടിപൊളിയായിരുന്നു. ഞാൻ 3 ഗ്ലാസ് തന്നെ കുടിച്ചിരിക്കുന്നു തരി. അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. മിൽക്ക് മെയ്ഡൊക്കെ വെച്ചിട്ട് സെറ്റ് ആയിരുന്നു. പിന്നെ ഫ്രൂട്ട്സും അത്യാവശ്യം ഉണ്ട്. പക്ഷേ നമുക്ക് കഴിക്കാന്നില്ല തന്നെ ഫ്രൂട്ട്സ് ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ സ്നേഹ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മൾ തൊട്ടില്ലാന്ന് എടുത്തെടുത്ത് പറയുകയാണ് കഴിച്ചത്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് നമ്മളൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കേട്ടോ നമ്മളെ ബിരിയാണി വന്നില്ല. സാറ് നമ്മളോട് ചോദിച്ചിരുന്നു ഉച്ചയ്ക്ക് എന്ത് ഫുഡാണ് വേണ്ടത്, മന്തിയാണോ ബിരിയാണിയാണോ എന്നുള്ളത്. അപ്പം നമ്മളെല്ലാവരും ഒപ്പിന് നോക്കി ബിരിയാണി മതി എന്നുള്ള മൈൻഡിലേനു. അങ്ങനെ അവിടുത്തെ അടിപൊളി ബിരിയാണിയാണ് സമുദ്രത്തെ. അങ്ങനെ നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. പക്ഷെ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒന്ന് ആർക്കും പോയില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്നെങ്കിൽ ഒരു പാത്രത്തെ 2 എടുത്താൽ ഹാഫാക്കി കഴിച്ചാലേ നേരിച്ചു. പിന്നെ നമ്മളൊരു പാത്രം തന്നെ അങ്ങ് എടുത്തിട്ടോ ഗൈസ്. പക്ഷെ പോകുന്നില്ല, കാരണം നോമ്പ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ അധികം ഫുഡൊന്നും പോലാണല്ലോ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇനി പാക്ക് ചെയ്യിപ്പിച്ച ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് കഴിക്കാമല്ലോ വിചാരിച്ചു. അങ്ങനെ അതിന് ശേഷം ഒരു കട്ടനെ കൂടി കുടിച്ചിട്ടാണ്. കട്ടന കുടിച്ചപ്പോൾ ഓക്കെ സമാധാനം, ഇപ്പോൾ ഒരു എനർജി കിട്ടി. പിന്നെ സാറ് പാവം അതൊക്കെ പാക്ക് ചെയ്ത് തന്നു, ഹോസ്റ്റലിൽ പോയി കഴിക്കാൻ വെച്ച്. അങ്ങനെ ഒരു വളം വിട്ടവര് ഇനിയാണ് നമ്മളെ പ്ലാന്. നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം ഒന്ന് ബീച്ചിൽ കറങ്ങാന്നുള്ളൊരു പ്ലാൻ ഇട്ടിരുന്നു ചെറുതായിട്ട് കേട്ടോ. പക്ഷേ നമ്മൾ സൗത്ത് ബീച്ചിലാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഫൈനലി ഇവർക്ക് സൈലമൺ കഴിക്കുന്നതുകൊണ്ട് മുഗദാർ പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ മുഗദാറിലെത്തിയപ്പോൾ ഒടുക്കത്തെ തിരക്ക്, വണ്ടിയൊക്കെ ഭയങ്കര സ്ലോ കേട്ടോ. അങ്ങനെ കഷ്ടപ്പെട്ട് മുഗദാറിലെത്തി. ഇനിയാണ് സൈലമൻ്റെ പരിപാടി. വയറ് അത്യാവശ്യം നിറഞ്ഞുകൊണ്ട് ഞാൻ സൈലമൺ കഴിച്ചില്ല. ബാക്കിയുള്ള ടീമൊക്കെ പോയി സൈലമൺ കഴിച്ചിട്ടോ. നമ്മൾ 3 ആളും കൂടി ബീച്ചിൽ അങ്ങനെ ഐസായിട്ട് കറങ്ങി. അപ്പോഴത്തേക്ക് ഒരു സൈലമൺ കഴിച്ചെത്തിയിരുന്നു കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഉപ്പിലിട്ട് കഴിക്കാന്നുള്ള കേട്ടോ. ഞാൻ സെക്കൻഡ് ടൈം പറ്റാൻ മുഗദാർ പോകുന്നത്. പക്ഷെ ആ സമയത്ത് നൈറ്റിലേന്ന് പോകുന്നത്. ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ നൈറ്റ്. അങ്ങനെ പിന്നെ ഫുൾ തെണ്ടി നടക്കാ തിന്ന ഇതന്നെയാണ് പരിപാടി. ഉപ്പിലിട്ടത് ഞാൻ കഴിച്ചില്ല. എൻ്റെ കണ്ണ് ഐശ്വര്യത്തിലായിരുന്നു കഴിച്ചു. പക്ഷെ ഐശ്വര്യ തിന്നതേ ഓർമ്മയുള്ളൂ. പിറ്റേ ദിവസം ഫുൾ തൊണ്ടവേനായിരുന്നു. അജാതി കോമഡി ഉണ്ടോ ഐശ്വര്യ വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. അതിൻ്റെ ഉള്ളത്തെ തണുത്തുള്ള കൈസ് ആ ടൈമിൽ സെറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങ് ഒരു നടന്ന് കൈസ് എന്തോ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നൈറ്റും കൂടി അല്ലേ നടക്കാൻ, അടിപൊളിയായിരുന്നു. ഏറ്റവും വലിയ അടങ്ങറ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സീറ്റ് കണ്ടുപിടിക്കാന്നാ കൈസ്. അവിടെ 2 സീറ്റ് ഉണ്ട്, ഇവിടെ 2 സീറ്റ് ഉണ്ട്. പോയി വെക്കുമ്പോൾ കപ്പിൾസാ. അവരൊരു മൂലയിലായിരിക്കും. ഒന്ന് അത്യാവശ്യം ഒഴിവുണ്ട്, നീക്കാൻ പറ്റുമോ നീപ്പിക്കാൻ പറ്റുമോ, അതായിരുന്നു കോമഡി. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചൊരു സീറ്റിലിരുന്ന് കുറച്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഒരു കോഫി ഞാൻ കുടിക്കാണ്ട. പക്ഷെ എല്ലാവരും ആ സമയത്ത് ചാടിച്ചില്ല. പക്ഷെ എന്തോ ബിരിയാണിയൊക്കെ കഴിച്ചതല്ലേ, ഒരു ചൂടുള്ള എന്തെങ്കിലുമൊക്കെ പോകേണ്ട വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഐശ്വര്യയും കൂടി കഴിച്ചതാ. അപ്പോൾ സീനാണ്. അങ്ങനെ കഴിച്ച് നമ്മൾ ചായ കുടിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുട്ടാൻ്റെ എന്തോ ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്തു. അതിനുശേഷം കോഫി കുടിച്ചപ്പോൾ പിന്നെ പറയണ്ട, അടിപൊളി എനർജി അല്ലേ. അങ്ങനെയായിരുന്നു. അതിനുശേഷം കഴിച്ച് നമ്മൾ വിചാരിച്ചു ഓട്ടോ കയറാം അല്ലെങ്കിൽ ഊബർ വിളിക്കാം. 2 കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഏതോ ഒരു സ്ഥലം, സത്യം പറയാൻ ഈ സ്ഥലം ഒന്നും അറിയില്ല. പിന്നെ ഷിഫാൻ എന്ത് ചെയ്തു, എന്നാൽ ഊബർ ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം ഓട്ടോ ഒക്കെ നൈറ്റ് ഭയങ്കര മുക്കല കോഴിക്കോട്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇനി ഊബറിൽ പോവാന്ന്. അങ്ങനെ ഗൈസ് ഊബർ ബുക്ക് ചെയ്ത് ഊബറിനെ വെയിറ്റ് ചെയ്യാണ്. ഏതോ ഒരു അറിയാത്ത ഒരു കാക്ക തോന്നുന്നു ഊബർ ഓടിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം നമ്മൾ അത്രയും നേരം അവിടെ ഇരുന്നുണ്ട് ഗൈസ്.
പാവട്ടോ. പക്ഷെ എങ്ങനെയൊക്കെയോ മൂപ്പര് കഷ്ടപ്പെട്ട് ആടെത്തി എന്ന് പറയാലോ. അതിൻ്റെ ഇടയ്ക്ക് സ്നേഹന്റെ തള്ളാണ് ഇതിൻ്റെ ഇടയിൽ. കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡ് നോക്കിയിട്ട് ഉബറാരെ നോക്കാം, പക്ഷെ മൂപ്പര് വന്ന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളിങ്ങനെ ചോപ്പ് ഉബറാറ്റാണ് കളർ വരുന്നത്. അപ്പൊ നമ്മൾ എവിടെ നമ്മൾ ഓരോ വണ്ടിക്ക് കയറ്റിട്ടുണ്ട്. പിന്നെ ആണ് മൂപ്പര് ഓപ്പോസിറ്റ് വന്ന് ഓൺ അടിച്ചപ്പോൾ മനസ്സിലായിട്ടോ ആകെ ചമ്മി നാറിയെന്ന് പറയാലോ. നമ്മളൊരു 6 ആൾക്കാരുണ്ടാവും കേട്ടോ, എങ്ങനെയൊക്കെ ഊബറിൽ കുത്തി നിറച്ച് വന്നവർ. പക്ഷെ ഒരു നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു യാത്രയാണ്. കാരണം നൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചിടങ്ങളല്ലേ, അപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ട് നമ്മൾ അടിച്ചു പൊളിച്ച്. അവര് കൊയിലാണ്ടിയിലാണ്, പക്ഷെ അന്ന് നൈറ്റ് നമ്മൾ ഹോസ്റ്റലിൽ നിർത്താൻ കേട്ടോ നമ്മളെ പ്ലാന്. ലേറ്റ് ആയിരിക്കും, നമ്മൾ ഏകദേശം ഒരു 2 മണി ആ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ ഹോസ്റ്റലിൽ എത്താൻ. നമ്മൾ അവിടെ എത്തിയപ്പോത്തിന് നമ്മൾ ഹോസ്റ്റൽ വാർഡനൊക്കെ കിടന്നുറങ്ങി ഗൈസ്. പിന്നെ നമ്മൾ ഫോൺ വിളിച്ചിട്ടാണ് പാവണീറ്റ് വന്നത്.